ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതേ കണ്ടക്ടറിന് തന്നെ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടോപ്പിക് അത് തന്നെയാണ്, ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഓർ ഓഫ് എ മെറ്റീരിയൽ. അതിനുവേണ്ടി രണ്ട് ഇക്വേഷൻസിനെ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് R is equal to ml divided by an e square 2. നമ്മൾ മുമ്പേ കണ്ടൊരു ഇക്വേഷനാണ്, റെസിസ്റ്റൻസ് തന്നെയുള്ളൊരു ഇക്വേഷനാണ്. R is equal to ml divided by an e square 2. അതേപോലെ തന്നെ rho is equal to R into a divided by L ആണെന്നും പറയാം. അതുമല്ലെങ്കിൽ റെസിസ്റ്റൻസ് വേറൊരു ഇക്വേഷൻ നമുക്ക് എഴുതാം. R is equal to rho into L divided by a എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കുക, R is equal to ml divided by an e square 2. Rho is equal to R into a divided by L. R is equal to rho into L divided by a. ഒന്നാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻസ് നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. ഇവിടെ നോക്കുക, ml by an is square 2. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ rho into L divided by a. ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ L divided by a എന്ന് പറയുന്ന ടേമിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് rho is equal to എന്ത് എഴുതാൻ പറ്റും? m divided by n e square 2 എന്ന് എഴുതാനായി സാധിക്കും. നമ്മൾ ഓൾറെഡി ഒരു റോയ്ക്ക് ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, R into a divided by L. അതേപോലെ തന്നെ ഒന്നാമത്തെയും മൂന്നാമത്തെ ഇക്വേഷനും കമ്പയർ ചെയ്തുകൊണ്ട് റെസിസ്റ്റിവിറ്റിക്ക് മറ്റൊരു ഇക്വേഷൻ എഴുതുന്നു, m divided by n e square 2. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതിൽ ന്യൂമറേറ്ററിലുള്ള m എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. അത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. താഴെയുള്ള ഈ സ്ക്വയറിലത്തെ E എന്ന് പറയുന്നത് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ആണ്. അതും നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ബാക്കി വരുന്ന രണ്ട് വാരിയബിൾസ് എന്ന് പറയുന്നത് ഒന്ന് n ആണ്, രണ്ടാമത്തെ ടോ ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈമാണ്, അതായത് രണ്ട് സക്സസീവ് കൊളീഷൻ്റെ ഇടയിലുള്ള ആവറേജ് ടൈം. റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി പ്രധാനമായും രണ്ട് ഫാക്ടേഴ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് നമ്പർ ഡെൻസിറ്റി, രണ്ടാമത്തേത് റിലാക്സേഷൻ ടൈം. ഞാൻ രണ്ട് പോയിന്റുകളാക്കി അതിനെ എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കുക, റോ പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ n. അതായത് റെസിസ്റ്റിവിറ്റിയും നമ്പർ ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. റെസിസ്റ്റിവിറ്റി പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ശരിക്കും ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഡെൻസിറ്റിയാണ്. ഓരോ മെറ്റീരിയൽസിനനുസരിച്ചും അവിടെ നമ്പർ ഡെൻസിറ്റി മാറും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 3 കണ്ടക്ടേഴ്സിനെ എടുക്കുന്നു. ഏറ്റവും നല്ല കണ്ടക്ടറിനെ എടുക്കാം, സിൽവർ, പിന്നീട് കോപ്പർ, പിന്നീട് അലുമിനിയം. ഇതിൽ സിൽവർ എന്ന് പറയുന്ന കണ്ടക്ടറിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുക. അതായത് സിൽവർ എടുത്തു കഴിഞ്ഞാൽ സിൽവറിൻ്റെ നമ്പർ ഡെൻസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. n കൂടി കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? കുറവായിരിക്കും. അതായത് സിൽവറിൻ്റെ റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. ഇനി നിങ്ങൾക്ക് സിൽവറിൻ്റെ ഈ n എന്ന് പറയുന്ന വാല്യൂ മാറ്റാനായി സാധിക്കില്ല. തന്നിരിക്കുന്ന ഒരു മെറ്റീരിയലിൻ്റെ നമ്പർ ഡെൻസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സിൽവറിന് ഒരു വാല്യൂ ഓഫ് n മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. തന്നിരിക്കുന്ന മെറ്റീരിയൽ സിൽവർ ആണെങ്കിൽ അതിന് ഒരൊറ്റൊരു വാല്യൂ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. n എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്പർ ഡെൻസിറ്റിയാണ്. സിൽവറിന് ഒരു നമ്പർ ഡെൻസിറ്റി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതായത് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് നേച്ചർ ഓഫ് ദി കണ്ടക്ടർ. ഇനി നമ്മൾ സിൽവറിനെ മാറ്റി കോപ്പർ എടുത്തു കഴിഞ്ഞാലോ, കോപ്പറിന് മറ്റൊരു വാല്യൂ ആയിരിക്കും. നമ്പർ ഡെൻസിറ്റി ഓഫ് കോപ്പർ മറ്റൊരു വാല്യൂ ആയിരിക്കും. കോപ്പർ മാറ്റി അലുമിനിയം എടുത്തു കഴിഞ്ഞാൽ അലുമിനിയത്തിൻ്റെ നമ്പർ ഡെൻസിറ്റി വേറെ ഒരു വാല്യൂ ആയിരിക്കും. അതായത് മെറ്റീരിയൽസ് മാറുന്നതിനനുസരിച്ച് അവരുടെ നമ്പർ ഡെൻസിറ്റി മാറും. നമ്പർ ഡെൻസിറ്റി മാറുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി മാറും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം, റെസിസ്റ്റിവിറ്റി പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും
റെസിസ്റ്റിവിറ്റി ന്യൂമറേറ്ററിലാണ്, ടോ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലുമാണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ ടോ. ഈ ടോ എന്ന് പറയുന്നത് എന്താണ്? റിലാക്സേഷൻ ടൈമാണ്. രണ്ട് സക്സസീവ് കൊളീഷൻ്റെ ഇടയിലുള്ള ആവറേജ് ടൈമാണ് റിലാക്സേഷൻ ടൈം. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിച്ചാൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. പെട്ടെന്ന് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. അതനുസരിച്ച് രണ്ട് സക്സസീവ് കൊളീഷൻ്റെ ഇടയിലുള്ള സമയം അവിടെ കുറയും. ഞാൻ ചെറിയൊരു സീക്വൻസ് പോലെ എഴുതുകയാണ്. ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോ എന്ന് പറയുന്ന റിലാക്സേഷൻ ടൈം അവിടെ ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യും. റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതാണ് ആ ഒരു സീക്വൻസ്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, റിലാക്സേഷൻ ടൈം ഡിക്രീസസ്, ദെൻ റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ്. ആദ്യത്തെയും മൂന്നാമത്തെയും ടൈം മാത്രം എടുക്കുക. ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ്, ഓർ റെസിസ്റ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇവിടെ റെസിസ്റ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഡെൻസിറ്റി, റെസിസ്റ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം, ഓർ റെസിസ്റ്റിവിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. രണ്ട് ഫാക്ടേഴ്സാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, രണ്ടാമത്തേത് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നത്? ഒന്ന് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, രണ്ടാമത്തേത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, മൂന്നാമത്തേത് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, നാലാമത്തേത് ടെമ്പറേച്ചർ. പക്ഷേ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ. ഒന്ന് നേച്ചർ ഓഫ് ദി മെറ്റീരിയലും രണ്ടാമത്തേത് ടെമ്പറേച്ചർ.